കേരളിന് ശേഷം ഇപ്പോഴിതാ കെ റൈസ് അങ്ങനെ സംസ്ഥാന സർക്കാർ വക അരിയും എത്തിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഭാരത് അരി കൊണ്ടുവന്നതിന് പിന്നാലെ രൂക്ഷ വിമർശനം ഉയർത്തിയ കേരള സർക്കാരാണ് ഇപ്പോൾ കേരളത്തിൽ വോട്ട് പിടിക്കാനായി കെ റൈസ് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാലും കേന്ദ്ര സർക്കാരിന്റെ ഭാരത് റൈസിന് പകരമായി സംസ്ഥാന സർക്കാർ സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന ശബരി കെ റൈസിന്റെ വിതരണം അങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ്. ശബരി കെ റൈസിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിച്ചത്. കിലോയ്ക്ക് 40 രൂപ ചെലവഴിച്ചാണ് സർക്കാർ അരിയെടുക്കുന്നത്. ഇത് 29 മുതൽ 30 രൂപ വരെ സബ്സിഡി നിരക്കിലാണ് ജനങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നത്. അതായത് കിലോയ്ക്ക് 10 മുതൽ 11 രൂപ നഷ്ടം സഹിച്ചാണ് സർക്കാർ കെ റൈസ് വിപണിയിൽ എത്തിക്കുന്നതെന്ന്. ജയ കുറുവ മട്ട അരി സപ്ലൈകോ വഴി വിതരണം ചെയ്യുകയും ചെയ്യും. ശബരി കെ റൈസ് ജയ 29 രൂപ, കുറുവ 30, മട്ട 30 എന്നിങ്ങനെയാണ് വിലകൾ. ഭാരത് അരിക്ക് സമാനമായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സഞ്ചിയിലായിരിക്കും കെ റൈസ് വിതരണം ചെയ്യുക. പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ നല്ല ഇനം അരി ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സപ്ലൈകോ മുഖേന ശബരി കെ റൈസ് എന്ന ബ്രാൻഡിൽ അരി വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചത്. തിരുവനന്തപുരത്ത് ജയ അരിയും, കോട്ടയം എറണാകുളം മേഖലയിൽ മട്ട അരിയും, പാലക്കാട് കോഴിക്കോട് മേഖലയിൽ കുറുവ അരിയുമാകും വിതരണത്തിൽ എത്തുക. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് കെ റൈസ് വിൽപ്പന സർക്കാർ വേഗത്തിൽ ആക്കിയത്. ഒരു റേഷൻ കാർഡിന് ഇതിൽ ഏതെങ്കിലും ഒരിനം അരി പ്രതിമാസം 5 കിലോഗ്രാം നൽകാനാണ് നിർദ്ദേശം. ഈ മാസം ലഭിച്ച ജയ, കുറുവ, മട്ട എന്നിവയുടെ 50 കിലോഗ്രാം അരി ചാക്കുകൾ കെ റൈസായി മാറ്റാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു കാർഡിന് ലഭിക്കുക 5 കിലോ അരിയാണ്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം വഴി വില കുറച്ച് ലഭിക്കുന്ന അരിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികളും കേന്ദ്ര സഹകരണ സംഘങ്ങളും വഴി കിലോയ്ക്ക് ഭാരത് അരിയായി നൽകുന്നത്. ഇതിന് റേഷൻ കാർഡിന്റെ ആവശ്യമില്ല. അതേസമയം 5 കിലോ കെ റൈസിനൊപ്പം ബ്രാൻഡ് ചെയ്യാത്ത 5 കിലോ കൂടി ഉപഭോക്താക്കൾക്ക് കിട്ടുമെന്ന് പൊതുവിതരണ സംവിധാനത്തെ ശക്തിപ്പെടുത്തൽ സർക്കാരിന്റെ അപ്രഖ്യാപിത ലക്ഷ്യമാണെന്നും മന്ത്രി പറയുകയും ചെയ്തു. കേന്ദ്ര സർക്കാർ തോന്നിയതാണ് ചെയ്യുന്നതെന്നും ഫെഡറൽ തത്വങ്ങൾക്ക് നിരക്കാത്ത നടപടികൾ എല്ലാ മേഖലകളിലും കേന്ദ്രം നടപ്പാക്കുകയാണെന്നും സംസ്ഥാന സർക്കാർ നഷ്ടം സഹിച്ചാണ് വിപണി ഇടപെടൽ നടത്തുന്നതെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. അതേപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാരത് റൈസ് പദ്ധതിക്കെതിരെ വിമർശനം ഉന്നയിക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തു. 18 രൂപയ്ക്ക് ലഭിക്കുന്ന അരി കേന്ദ്രം 29 രൂപയ്ക്കാണ് വിൽക്കുക. 10 രൂപ ലാഭമെടുത്താണ് വിൽപ്പനയെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തുകയും ചെയ്തു. അതേസമയം പൊതു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോകൾ ഉപയോഗിച്ച് റേഷൻ കടകളിൽ സെൽഫി പോയിന്റുകൾ സ്ഥാപിക്കാനും നിർദ്ദേശിച്ച കേന്ദ്ര സർക്കാർ നിർദ്ദേശം കേരളത്തിലെ ഇടതു മുന്നണി സർക്കാർ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് സാധ്യതകൾ വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണ് ഇതെന്നുമായിരുന്നു സംസ്ഥാന സർക്കാർ പറഞ്ഞത്. അന്ന് പിണറായി വിജയൻ ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ വോട്ട് പിടിക്കാനായി നരേന്ദ്രമോദി എതിർത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഭക്ഷ്യമന്ത്രി ജി അനിൽകുമാറിന്റെ പോസ്റ്ററുകളാണ് റേഷൻ കടകളിൽ ഇപ്പോൾ ഇടം നേടിയിരിക്കുന്നത്. അഭിമാനമാണ് നമ്മുടെ പൊതുവിതരണം എന്നതാണ് പോസ്റ്ററിലെ പ്രധാന വാചകം. എന്നാൽ കേന്ദ്ര പദ്ധതിയായ ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് എന്നാണ് പോസ്റ്ററിൽ ഏറ്റവും മുകളിൽ എഴുതിയിരിക്കുന്നത്. ഉറപ്പു നൽകുന്ന പ്രതിമാസ ഭക്ഷ്യധാന്യ വിഹിതം എന്ന വാഗ്ദാനവും കേന്ദ്രത്തിന്റേതാണ്. കടകളിൽ പോസ്റ്റർ പതിച്ചിട്ടുണ്ടോ എന്നത് അധികൃതരെത്തി പരിശോധിക്കുകയും ചെയ്യും. അതേസമയം തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ പോസ്റ്റർ പതിക്കേണ്ട എന്ന തീരുമാനത്തിലാണ് റേഷൻ വ്യാപാരികളുടെ ചില സംഘടനകൾ. എന്തൊക്കെ റേഷൻ സാധനങ്ങൾ ലഭിക്കുന്നുവെന്ന് ഗുണഭോക്താക്കളെ ബോധ്യപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരമാണ് പോസ്റ്ററുകൾ ഒട്ടിക്കുന്നതെന്നാണ് ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചത്. അതേസമയം മുഖ്യമന്ത്രിയുടെ ചിത്രമുള്ള പോസ്റ്റർ പതിക്കാൻ നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിട്ടില്ല എന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിക്കുകയും ചെയ്തു. രാജ്യത്തെ മികച്ച പൊതുവിതരണ സമ്പ്രദായം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. തർക്കമറ്റ ആ വസ്തുത ജനങ്ങളുടെ മനസ്സിലും അനുഭവത്തിലും ഉണ്ട് എന്നും ഏതെങ്കിലും ബ്രാൻഡിങ്ങിലൂടെ അത് അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല എന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഒരു തരത്തിലുള്ള നിർദ്ദേശവും നൽകിയിട്ടില്ല എന്നും അറിയിപ്പിൽ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന വേളയിൽ ഇനി എന്തെല്ലാം വോട്ട് പിടിക്കാനുള്ള തന്ത്രങ്ങൾ കാണാനിരിക്കുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.